ഹലോ. സീക്രട്ട് സ്റ്റോറീസ് റോസ്ലിൻ. ഇത് റോസ്ലിൻ എന്ന് പറയുന്ന ഒരു 17 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടി കാണുന്ന സ്വപ്നങ്ങളും അതിൻ്റെ പേരിൽ അവൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളും എല്ലാം നമുക്ക് കാണിക്കാം. അതിൻ്റെ കാരണങ്ങളും കാണിക്കുന്ന ഒരു വെബ് സീരീസാണ്. ജിയോ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. സീക്രട്ട് സ്റ്റോറീസ് റോസ്ലിൻ. ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് സുമേഷ് നന്ദകുമാറാണ്. പുള്ളി ജിത്തു ജോസഫിൻ്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ജിത്തു ജോസഫാണ് ഇത് അവതരിപ്പിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കഥയും തിരക്കഥയും എഴുതി ഇതിൻ്റെ സംഭാഷണങ്ങളും ചെയ്തിരിക്കുന്നത് നമ്മളുടെ ലിറിസിസ്റ്റ് ആയിട്ടുള്ള വിനായക് ശശികുമാറാണെന്നുള്ളതാണ്. പുള്ളിയുടെ തുടക്കം എന്തായാലും ഒട്ടും മോശമായിട്ടില്ല, നന്നായി തന്നെ പുള്ളി അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ DOP ആയാലും എഡിറ്റിംഗ് ആയാലും മ്യൂസിക് ആയാലും ഇതൊരു സൈക്കോളജിക്കൽ മിസ്റ്ററി ത്രില്ലറാണ്. ആ ഒരു മിസ്റ്ററി നമുക്ക് കീപ്പ് ചെയ്യുന്നതിലും അതിലൂടെ നമുക്ക് ഒരു ഭീതിതമായ അവസ്ഥ ഉണ്ടാക്കുന്നതിലൊക്കെ ഇതെല്ലാം ഇതിന് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ രാത്രി നടക്കുന്ന സംഭവങ്ങളാണ് ഇതിൽ മിക്കപ്പോഴും കാണിക്കുന്നത്. കാരണം ഈ ഒരു കുട്ടി അനുഭവിക്കുന്ന രാത്രി സമയങ്ങളിൽ സ്വപ്നങ്ങളിലൂടെ ഈ കുട്ടി അനുഭവിക്കുന്നതും മിക്കപ്പോഴും നമ്മളിത് കുറച്ച് കഴിയുമ്പോഴാണ് ഈ കുട്ടിയുടെ സ്വപ്നങ്ങളാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നമ്മളെ മനസ്സിന് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ തുടക്കം തന്നെ നമ്മളെ മനസ്സിനെ വല്ലാതെ പേടിപ്പെടുത്തുന്ന രീതിയിലാണ്. ശരിക്കും ഒരു ഹൊറർ മൂവി കാണുന്ന ഒരു ബേജാറും വിഷമമൊക്കെ നമുക്കിത് കാണുമ്പോൾ തോന്നാറുണ്ട്. അപ്പോൾ അതെല്ലാം ഈ വക ടെക്നിക്കൽ സൈഡും എല്ലാം കൂടി ചേർന്നിട്ട് നമുക്ക് നല്ലൊരു ഇങ്ങനെ ഇതൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് ഈ സീരീസ് നൽകുന്നത്. പിന്നെ ഞാനിത് ഇതിൻ്റെ അനാലിസിസ് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ സ്പോയിലേഴ്സ് ഉണ്ടാകും. സീരീസിൻ്റെ ഒരു 3-4 എപ്പിസോഡ് നമ്മൾ കാണുന്നത് ഈ കുട്ടിയുടെ രാത്രി കാണുന്ന സ്വപ്നങ്ങളും അതിൻ്റെ മാനസിക വിഷമങ്ങളും ഒക്കെ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾക്ക് ഇത് കുറച്ച് ഇത്രയധികം എന്നുള്ള ഒരു രീതി നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെ അത് കഴിയുമ്പോഴാണ് സീരീസ് അതിൻ്റേതായ കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഈ റീസൺ എന്തുകൊണ്ട് പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് കണ്ടു കഴിയുമ്പോഴാണ് നമ്മൾ തിരിഞ്ഞ് നിന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഈ സീരീസ് കുറേ കൂടെ മനസ്സിലാവുന്നത്. ഇപ്പോൾ ഇത്രയും ഒരു കൗമാരപ്രായം കഴിയാറായ ഒരു പെൺകുട്ടിക്ക് ഇത്രയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവേണ്ട ഒരു കെയറിങ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ മീനയും വിനീതും അവതരിപ്പിക്കുന്ന ശോഭയും ജോൺ എന്ന് പറഞ്ഞ ക്യാരക്ടേഴ്സിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ച് എന്തുകൊണ്ട് ഇവരെന്തായിരുന്നു ഇങ്ങനെ കെയർ കൊടുക്കാത്ത ഈ കുട്ടിക്ക്? കാരണം വെച്ചാൽ ഇവർ താഴത്താണ്, ഈ കുട്ടി തന്നെ മുകളിലാണ് കിടക്കുന്നത്. ഈ കുട്ടി അപ്പോൾ ഇവരിതിനെ കുറ്റപ്പെടുത്തുന്നു, നീ ഇങ്ങനെ ഹൊറർ സ്റ്റോറീസൊക്കെ എപ്പോഴും വായിച്ചുകൊണ്ട് കിടന്നിട്ടാണ് ഇങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ കാണുന്നത് പറയുന്നുണ്ട്. ഈ കുട്ടി ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ പറയുമ്പോഴും ഇവരിപ്പോൾ സാധാരണ കുറേ പാരൻസിനൊക്കെ പിള്ളേരെന്തെങ്കിലും പറയുമ്പോൾ അതിനൊരു ഇത് പറയുന്നുണ്ട്. എന്നാലും നമ്മൾ പിന്നെ അതിനെ സഹായിക്കുന്ന രീതിയിലേക്ക് നമ്മൾ പോകുമല്ലോ. പക്ഷേ അപ്പോഴും ഇവരത് അങ്ങനെ ഒരു രീതി, ഇവരിൽ ഒരു നിസ്സംഗതാഭാവം എന്തുകൊണ്ട് ഇവർക്ക് ഉണ്ടായെന്ന് എനിക്കിങ്ങനെ തോന്നിയിരുന്നു ഈ സീരീസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. പിന്നെ ക്ലൈമാക്സ് കാണുമ്പോഴാണ് നമുക്കത് കൂടുതൽ ക്ലിയർ ആവുന്നത്. പിന്നെന്ന് വെച്ചാൽ ഈ കുട്ടി എല്ലാ കാര്യങ്ങളും ശരിക്കും തുറന്നു പറയുന്നത് വേറെ ഇതിൻ്റെ ഒരു കൂട്ടുകാരി അൻഷിമ എന്നാണ് തോന്നുന്നത് ആ കുട്ടിയുടെ പേര്, ആ ആക്ട്രസിൻ്റെ. അപ്പോൾ ആ കുട്ടിയോടാണ് ഇതെല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നത്. ആ കുട്ടി വഴിയാണ് ഇതൊരു സൈക്യാട്രിസ്റ്റിനെ കാണുന്നതും സംസാരിക്കുന്നതും ഒക്കെ. അപ്പോഴും നമുക്ക് എന്തുകൊണ്ട് ഇവരിങ്ങനെ ഇത്രയും നിസ്സംഗത കാണിക്കുന്നു എന്ന് നമുക്ക് തോന്നിയിരുന്നു. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ മിസ്ലീഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഹക്കീം ഷാ അവതരിപ്പിക്കുന്ന ജെറിയുടെ കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഈ പൂച്ചക്കുട്ടിയും മുയലും ചാവുന്നുണ്ട്. അതിനെനിക്കൊരു കാരണം എനിക്ക് ആലോചിച്ചിട്ട് അങ്ങനെ ഒരു കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഹക്കീം ഷായാണ് മെയിനായിട്ട് ഇവർ എയിം ചെയ്യുന്ന ഈ കുട്ടി. അപ്പോൾ അങ്ങനെ കുറേ നമ്മളിങ്ങനെ മിസ്ലീഡ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ പിന്നെ അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഹക്കീം ഷാ എന്തുകൊണ്ട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നൊക്കെ നമുക്കിങ്ങനെ തോന്നും. പക്ഷെ പിന്നെ ഈ ക്ലൈമാക്സ് കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട്, ഇപ്പം നമ്മൾ എത്ര നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ള അന്തരീക്ഷമായാലും നമുക്ക് ചുറ്റുമുള്ള ഒരു പ്ലസൻ്റ് ആയാലും നമ്മൾ ചിലപ്പോഴെങ്കിലും എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മളത്രയും നന്നായിട്ട് കരുതുന്ന ആൾക്കാരെ പറ്റി നമ്മളൊരു നെഗറ്റീവ് സ്വപ്നം കാണുക. ഇപ്പം ഇതിൽ ഈ കുട്ടി മീനേനെ പറ്റി നെഗറ്റീവായിട്ട് കാണുന്നുണ്ട്, നെഗറ്റീവായിട്ടുള്ള സ്വപ്നം കാണുന്നത്. അപ്പോൾ നമ്മൾ അതിശയിക്കുക എന്തുകൊണ്ട് മീനൊക്കെ നല്ല കറക്റ്റായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ സീനൊക്കെ. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ മീനേനെ പറ്റി ഇങ്ങനെ സ്വപ്നം കാണുന്നു എന്ന് ഞാനിങ്ങനെ ഓർത്ത്. പക്ഷേ എനിക്കങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് കരുതുന്ന ആളെപ്പറ്റി നെഗറ്റീവാണ്, പക്ഷേ കുറേ കഴിയുമ്പോൾ അതൊരു സത്യമായിട്ട് നമുക്ക് തോന്നുക, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്കും ഇത് ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റിയാണ് ഈ കുട്ടി ഇങ്ങനെ സ്വപ്നങ്ങളായിട്ട് കണ്ടതെന്നാണ് എനിക്ക് അങ്ങനെയാണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് ഈ സീരീസ് കണ്ടപ്പോൾ തോന്നിയത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെത്ര ഭംഗിയായിട്ട് ആക്ട് ചെയ്യാൻ ശ്രമിച്ചാലും അവരുടെ ആ ഒരു നെഗറ്റീവ് നമ്മളുടെ സബ് കോൺഷ്യസിന്
എന്തും ഗ്രാസ്പ് ചെയ്യാനുള്ള കഴിവുണ്ടല്ലോ. അപ്പോൾ ആ സബ് കോൺഷ്യസ് ഈ കുട്ടിക്ക് ഒരു മുന്നറിയിപ്പ് കൊടുത്തതായിട്ടാണ് എനിക്ക് ഈ ഒരു ക്ലൈമാക്സ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഇവർ ഇത്രയധികം സ്നേഹം പായിക്കും, അപ്പോഴും നമുക്കൊരു നിസ്സംഗത അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാലും ഇത്രയധികം ഇവരൊക്കെ അഭിനയിച്ചിട്ടും സബ് കോൺഷ്യസിന് എന്ത് തന്നെ ആയാലും പിടിച്ചെടുക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ഒരു അനുഭവമാണ് എനിക്ക് ഈ സീരീസ് കണ്ടപ്പോൾ. ഹിൽ സ്റ്റേഷനിലാണ് ഈ കഥ നടക്കുന്നത്, അതുകൊണ്ട് തന്നെ ആ ഒരു നിഗൂഢതയും ആ ഒരു മിസ്റ്റേക്ക് നമുക്ക് ശരിക്കും ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ സഞ്ജന ദീപുവാണ് മെയിൻ ക്യാരക്ടറായിട്ടുള്ള റോസൂനെ അവതരിപ്പിച്ചിട്ടുള്ളത്. വളരെ നന്നായി തന്നെ അത് ചെയ്തിട്ടുണ്ട്. അതുപോലെ വിനീതും മീനയും ഹക്കീം ഷാ എല്ലാവരും തങ്ങളുടെ റോളുകൾ ഭംഗിയായി തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലൊരു മോനുണ്ട്, കുഞ്ഞിക്കൊച്ച്. അവൻ എന്തൊരു ക്യൂട്ടുമാണ്. അവൻ ഇങ്ങനെ സ്വയം സംതൃപ്തനായിട്ട് അവനിങ്ങനെ എപ്പോഴും ചിരിച്ചോണ്ട് അങ്ങനെ ഇരിക്കുന്ന നല്ലൊരു മോനും ഉണ്ട്. എല്ലാം കൊണ്ടും നമുക്ക് കുറേ സമയം നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു വെബ് സീരീസ് തന്നെയാണ് സീക്രട്ട് സ്റ്റോറീസ് റോസ്ലി. ഇതൊക്കെയാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയ അഭിപ്രായങ്ങൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.